ഡോക്ടർ, ഈ ഓൺലൈൻ പ്രോഗ്രാമും പിന്നെ റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ടുള്ള കണക്ഷൻ എന്താണ് തമ്മിലുള്ള? സാക്കിയിൽ രണ്ട് തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ മേജറായിട്ടുള്ളത്. ഒന്ന് ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഹീലിംഗ് പ്രോഗ്രാംസും ഉണ്ട്. ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 monthsോ 6 monthsോ അങ്ങനെ ഉള്ള ഡ്യൂറേഷനിലായിരിക്കും അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും അത് കൺവീനിയൻ്റ്ലി ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അവർ വർക്ക് ചെയ്യുന്ന സമയത്തും അവർക്ക് ജോയിൻ ചെയ്തിട്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ അതേപോലെ ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്കിയുടെ മലയാറ്റൂരുള്ള ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി 14 daysോ 21 daysോ അല്ലെങ്കിൽ 1 month ഒക്കെ ആയിട്ട് ഓരോ കണ്ടീഷൻ അനുസരിച്ച് റെക്കമെൻഡഡ് ഡ്യൂറേഷനിലാണ് അത് അഡ്വൈസബിൾ ആയിട്ടുള്ളത്. കാര്യം ഇത് തമ്മിൽ ആർക്ക് ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസിലും ഓൺലൈൻ പ്രോഗ്രാം നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമും ഒരു എംപവർമെൻറ്റ് പ്രോഗ്രാമും കൂടിയാണ്. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകേണ്ടത്. അത് നമ്മൾ എല്ലാ ആഴ്ചയിലും കണക്ട് ചെയ്യുന്ന രീതിയിലുണ്ട്, മാസത്തിൽ 2 പ്രാവശ്യം കണക്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. പിന്നെ അത് 3 monthsോ 6 monthsോ ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഡ്യൂറേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണേലും അതെ, ഇപ്പോൾ എനിക്ക് മിക്കവാറും എല്ലാ കോണ്ടിനെൻസും, ആർട്ടിക്കയില്ല, ബാക്കി എല്ലാ കോണ്ടിനെൻസിലും തന്നെ നമുക്കിപ്പം ഓൺലൈൻ പ്രോഗ്രാംസിന് പേഷ്യൻസ് ഉണ്ട്. അന്നേരം അതാണ് എന്താ പറയുക, ഏത് കണ്ടീഷൻസ് ആണെങ്കിലും. പക്ഷേ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് മലയാറ്റൂരേക്ക് വരാം. സോ ദെൻ അഗെയിൻ എന്താ പറയുക, ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ചില കേസുകളിൽ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ റെഡിയാക്കും, ഓൺലൈൻ പ്രോഗ്രാം വഴി എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ പോയി കഴിഞ്ഞിട്ടും അവർക്ക് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ചില ആൾക്കാർക്ക് നല്ല സപ്പോർട്ട് ആവശ്യമുണ്ട്. അന്നേരം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓൺലൈൻ പ്രോഗ്രാമിലും കൂടെ ജോയിൻ ചെയ്താൽ അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഇംപ്ലിമെൻറ്റേഷൻ ഈസി ആയിരിക്കും. ചില ആൾക്കാർക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ, ഒരു സിംഗിൾ പ്രിസ്ക്രിപ്ഷനിൽ എന്താ പറയുക എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മൾട്ടി ഫാക്ടോറിയലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസും, സിംഗിൾ ഫാക്ടോറിയൽ അല്ല. അതുകൊണ്ട് ഒറ്റൊരു പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് അവരെ എന്താ പറയുക ഹീൽ ചെയ്യാനായിട്ട് പറ്റില്ല. മൾട്ടിപ്പിൾ സെഷൻസ് ആവശ്യമായിട്ട് വരും. സോ അതുകൊണ്ടാണ് നമ്മളിതൊരു പ്രോഗ്രാമായിട്ട്, ഒരു കൺസൾട്ടേഷനേക്കാളും ഉപരി ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് അറിയത്തില്ല നിങ്ങളുടെ സിറ്റുവേഷൻ, ഒരു കണ്ടീഷന് നാച്ചുറോപ്പതി പ്രോഗ്രാം സ്യൂട്ടബിൾ ആണല്ലോ, ഫംഗ്ഷൻ മെഡിസിൻ പ്രോഗ്രാം സ്യൂട്ടബിൾ ആണോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമുക്ക് റൂട്ട് കോസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടേഷൻ ഉണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. ആ കൺസൾട്ടേഷൻ ഏകദേശം ഒരു 45 minutes എടുക്കുന്ന ഒരു കൺസൾട്ടേഷനാണ്. അതിനകത്ത് നമുക്ക് നിങ്ങൾ റൈറ്റ് കാൻഡിഡേറ്റ് ആണോ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് നമ്മളൊരു ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. അതായത് നമ്മുടെ ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ നമ്മളവരെ അകത്ത് കയറ്റുള്ളൂ. അതായത് ഓൺലൈൻ പ്രോഗ്രാമിലാണെങ്കിലും അതെ, ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രോഗ്രാമിലാണെങ്കിലും അതെ, നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അന്നേരം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്, പ്ലസ് ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതായത് നമ്മളൊരു പ്രോമിസ് ചെയ്യും, അതായത് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും, ഇന്ന കാര്യങ്ങൾ പറ്റില്ല. ഇപ്പം ഉദാഹരണത്തിന് ഓർഗൻ ഡാമേജുകൾ എന്തെങ്കിലും ഉണ്ട്, നമുക്ക് അതിനെ ക്യൂർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഓർഗൻ ഡാമേജസ് ഒന്നുമില്ല, ഫങ്ഷണൽ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അവരെ മാക്സിമം മെഡിസിൻസ് ഒഴിവാക്കുന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. അന്നേരം ഇതാണ് ഈ രണ്ട് പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്.